പിടിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഈ രാജ്യത്തിന്റെ വിശ്വാസം. അതാരും സംഭാവന നൽകിയതല്ല. നമ്മുടെ മതേതരത്വം നമ്മളെ പഠിപ്പിക്കുന്ന വികാരമെന്താ? ഇന്ത്യയിൽ ജനിക്കുന്ന ഏതൊരു പൗരനും അവന്റെ മതത്തിൽ വിശ്വസിക്കാൻ അവകാശമുണ്ട്. അവന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അധികാരമുണ്ട്. അത് ചോദ്യം ചെയ്യാൻ പാടില്ല. അത് ഭരണഘടനാപരമായി അംഗീകരിച്ചു കൊടുത്തിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്ത് നിന്ന് കേൾക്കുന്ന വാർത്തകൾ എന്താ? ഞാനും പ്രതാപനും പാർലമെന്റിൽ സസ്പെൻഷൻ വാങ്ങി. ഞങ്ങളെ സസ്പെൻഡ് ചെയ്തതിനാ? ഞങ്ങൾ അവിടെ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചതുകൊണ്ടോ, ഞങ്ങൾ അവിടെ എന്തെങ്കിലും അതിക്രമം കാണിച്ചതുകൊണ്ടോ? ഞങ്ങൾ പണ്ട് കേരള നിയമസഭയിൽ ബഹുമാനപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ കാണിച്ചതുപോലെ സ്പീക്കറുടെ കസേരയെടുത്ത് വലിച്ചെറിഞ്ഞതുകൊണ്ടോ, സ്പീക്കറെ മർദ്ദിച്ചതുകൊണ്ടല്ല. ഞങ്ങൾ കേരളത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ഞങ്ങളെ വിളിച്ച മുദ്രാവാക്യം, ഞങ്ങൾ വെല്ലുവിളിക്കുന്ന മുദ്രാവാക്യം മതേതരത്വത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യമാണ്, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യമാണ്. മണിപ്പൂരിൽ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ ജാതി നോക്കിയില്ല, ഞങ്ങൾ മതം നോക്കിയില്ല. ശ്രീ പ്രതാപൻ ഹിന്ദു വിശ്വാസിയാണ്, ഞാൻ ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ചയാളാണ്. ഞാനും പ്രതാപനും ഞങ്ങളെ പോലെയുള്ള കോൺഗ്രസിന്റെ MLA-മാർ മണിപ്പൂരിലെ ദേവാലയങ്ങൾ അഗ്നിക്കിരയായി ആ അഗ്നികുണ്ടത്തിൽ നിന്നും ആത്തു നമ്പുന്ന ആ തീരാളങ്ങളെ നോക്കി ചിലർ മന്ദഹസിച്ചപ്പോൾ ഞങ്ങളിൽ നയിച്ച വികാരം മതേതരത്വ വികാരമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ത്യൻ പാർലമെന്റിന്റെ വെല്ലുവിളി ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു പ്രധാനമന്ത്രി തയ്യാറാക്കണം. പ്രിയപ്പെട്ടവരെ, 2.5 മണിക്കൂർ പ്രധാനമന്ത്രി സംസാരിച്ചു ഇന്ത്യയുടെ പാർലമെന്റിൽ. പക്ഷെ ഒരു വാക്ക് മാത്രം അദ്ദേഹം ഉരിയാടില്ല, മണിപ്പൂർ എന്ന വാക്ക് മാത്രം. അദ്ദേഹം പറഞ്ഞത് ആ പ്രദേശം അദ്ദേഹം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നാണ്. ഞങ്ങൾ പ്രതിഷേധിച്ചു ഇന്ത്യൻ പാർലമെന്റിൽ. എന്തിനു വേണ്ടി? ഇന്ത്യയുടെ പാർലമെന്റിൽ ഞങ്ങൾ പ്രതിഷേധിച്ചു. ശ്രീ പ്രതാപനെ പോലെയുള്ള ആളുകൾ ഇന്ത്യയുടെ പാർലമെന്റിൽ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ മുദ്രാവാക്യം വിളിച്ച് സസ്പെൻഷൻ വാങ്ങിച്ചു. എന്തിനു വേണ്ടി? പൗരത്വ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പാർലമെന്റിൽ അമിത്ഷാ ബില്ല് അവതരിപ്പിച്ചപ്പോൾ ശക്തിയുക്തം ഞങ്ങൾ എതിർത്തു, ഞങ്ങൾ സസ്പെൻഷൻ വാങ്ങി. പൗരത്വ ബില്ല് നടപ്പാക്കാൻ ഇന്ത്യയിൽ സാധിക്കുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇനിയും ഇന്ത്യയുടെ പാർലമെന്റിൽ പോകാൻ അവസരം കിട്ടിയാൽ നാളെ അർത്ഥശങ്കയ്ക്ക് ഇടവില്ലാത്ത രീതിയിൽ പറയുന്നു, ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ മുന്നോട്ട് വന്നാൽ ഞങ്ങൾ എതിർത്തിരിക്കും, ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചിരിക്കും. സസ്പെൻഷൻ വാങ്ങിയാൽ ആ സസ്പെൻഷൻ താങ്കളുടെ പത്രം പോലെ സ്വീകരിക്കാനുള്ള മനസ്സുമായി ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോകും. തെറ്റിദ്ധരിക്കേണ്ട. കാരണം ഈ രാജ്യം ഒരു മതേതരത്വ രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ മതേതരത്വ മൂല്യങ്ങളെ കശാപ്പ് ചെയ്യാൻ ആരെങ്കിലും അനുവദിക്കണമോ? അതിനുവേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത്. നമ്മുടെ പൗരാവകാശം, നമ്മുടെ സമുദായാവകാശം, നമ്മുടെ ജനാധിപത്യ അവകാശം, നമ്മുടെ പൗരബോധം നമ്മളെ പഠിപ്പിക്കുന്ന രാഷ്ട്രീയം ഈ രാജ്യത്തിന്റെ മതേതരത്വ മൂല്യങ്ങളെ ചവിട്ടി പതിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇന്ത്യ എന്ന രാജ്യം രക്ഷപ്പെടണം. കോൺഗ്രസിനെ അളക്കാൻ പറഞ്ഞൊക്കെ വരുന്നുണ്ട്. കോൺഗ്രസിന് ശക്തിയുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ഉത്തര ഹിമാലയ പർവ്വതത്തിന് അളക്കാൻ വെച്ച് കെട്ടിയ ഏണി കൊണ്ട് ഹിമാലയ പർവ്വതത്തിന് അളക്കാൻ സാധിക്കില്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഏതെങ്കിലും ഇത്രയും ശക്തമായി അണികളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അളക്കാൻ ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും വന്നാൽ അവർക്കൊന്നും കോൺഗ്രസിന്റെ വലിപ്പം മനസ്സിലാക്കാത്തവരാണ്. തെറ്റിദ്ധരിക്കേണ്ട. കോൺഗ്രസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്, കോൺഗ്രസ് നശിച്ചതെന്ന് ചോദിക്കുന്നവരുണ്ട്, കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കടലിലെ വെള്ളം ഗ്ലാസ് കൊണ്ട് വറ്റിക്കാൻ നോക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അവർക്ക് അവരുടെ വഴിയായി നടക്കാം. കോൺഗ്രസ് ഉണ്ടാകും. ജനഹൃദയങ്ങളുടെ മനസ്സിൽ കോൺഗ്രസ് ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ കാണുന്ന രാഷ്ട്രീയം അതാണ്. ഇന്നിപ്പോൾ എന്തെല്ലാം നടക്കുന്നു നമ്മുടെ രാജ്യത്ത്. രാജ്യത്തിന്റെ ദേശീയ ബോധം ഉയർത്തുന്നതിന് വേണ്ടി BJP ഉണ്ടാക്കുന്നത് എന്താ? അത് വർഗീയ വികാരമാണ്. വർഗീയ വികാരം കൊണ്ട് ദേശീയ ബോധം ഉയർത്താൻ കഴിയുമോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ ബോധം ഉയർത്തിയത് വർഗീയ വികാരം കൊണ്ടല്ല. തെറ്റിദ്ധരിക്കണ്ട. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യസ്നേഹം പഠിപ്പിച്ചത് വർഗീയ വികാരം കൊണ്ടല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യസ്നേഹം പഠിപ്പിച്ചത് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നിരിമാന കാട്ടി വെടിയുണ്ടയേറ്റ് തളർന്നു വീണ് മരിച്ചപ്പോഴും സ്വർഗത്തേക്കാൾ വലുതാണ് ഈ ജന്മഭൂമി എന്ന് നമ്മൾ മുദ്രാവാക്യം വിളിച്ചത് വർഗീയ ചിന്തയുടെ അടിസ്ഥാനത്തിലല്ല, രാജ്യസ്നേഹമാണ്. ഇന്ത്യ എന്ന വികാരം ശിലകളിൽ ഊർജ്ജം പകരട്ടെ. ഇന്ത്യ എന്ന വികാരം നമ്മിൽ കത്തിപ്പടരട്ടെ. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, അതാണ് ഞങ്ങളുടെ ആഹ്വാനം. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, അതാണ് ഞങ്ങളുടെ വിശ്വാസമെന്ന് മുദ്രാവാക്യം വിളിച്ച് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ധീരരായ ദേശാഭിമാനികൾ നമുക്ക് പറഞ്ഞു തന്ന രാഷ്ട്രീയ വികാരമാണ് ഈ രാജ്യത്തിന്റെ ദേശീയ ബോധത്തെ അങ്കുരിപ്പിക്കേണ്ടതെങ്കിൽ ഇന്ന് മോദി പറയുന്നു, അമിത്ഷാ പറയുന്നു, BJP-ക്കാർ പറയുന്നു,
വർഗീയതയിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ ദേശത്തെ കാരണം ന്യായീകരിക്കാൻ നമുക്ക് പറ്റുമോ? യോജിക്കാൻ നമുക്ക് പറ്റുമോ? നിങ്ങൾ ആലോചിക്കണമെന്നെ പറ്റിക്കുന്നു. പ്രതാപനും സഹപ്രവർത്തകർക്കാൻ ഇനിയും കിലോമീറ്ററുകൾ നടന്നു നീങ്ങാനുള്ള കൃത്യമായി സംസാരിക്കുന്നു. കേരളത്തിലെ കാര്യം വിശദമായി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ സ്ഥിതിയും വ്യത്യസ്തമാണ്. നമ്മുടെ നാട് ഇങ്ങോട്ട് പോകുന്നു. ഈ നാട്ടിൽ എവിടെയാ സമാധാനം? സാമ്പത്തിക തകർച്ചയുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ നഷ്ടം തിരിയുന്നു. ആരാണ് ഈ സാമ്പത്തിക തകർച്ച ഉണ്ടാക്കിയത്? കേരളത്തിന് സാമ്പത്തിക തകർച്ച ഉണ്ടാക്കിയത് ആര്? മറുപടി പറയാൻ ഞങ്ങളുടെ വാദഗതി വേണ്ട. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ, ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഒരു ധവളപത്രം പ്രകടിപ്പിച്ചു ഐക്യജനാധിപത്യ മുന്നണിയെ കുറ്റപ്പെടുത്താൻ. എന്തിനു വേണ്ടിയാ? കേരളത്തിന്റെ പൊതുഘടത്തിന്റെ വ്യാപ്തിയെ കുറിച്ച് പറയാൻ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ ബഹുമാനായ ശ്രീ തോമസ് ഐസക് അത് ധനകാര്യമന്ത്രിയായി വന്നപ്പോൾ അദ്ദേഹം പുറപ്പെടുവിച്ച ധവളപത്രത്തിൽ കേരളത്തിന്റെ പൊതുകടം 1.5 ലക്ഷം കോടി മാത്രമേ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിന്റെ പൊതുകടം 4.5 ലക്ഷം കോടിയായി വർദ്ധിച്ചു. നമ്മൾ ഉണ്ടാക്കിയതാണോ? നമ്മൾ വാങ്ങിയതാണോ ഈ സാമ്പത്തിക ഘടമായി ഉണ്ടാക്കി? ഇവിടെ വിലക്കയറ്റം അതിന്റെ മൂർധന്യതയിൽ നിൽക്കുന്നു. ആരാണ് വിലക്കയറ്റം ഉണ്ടാക്കിയത്? ഇവിടെ വീട്ടമ്മമാരിയിരിക്കുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. 13 ഏത് കാലഘട്ടത്തിലും വില വർദ്ധിച്ചപ്പോഴും ഇല്ലാത്തപ്പോഴും സുലഭമായപ്പോഴും 13 ഇനങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് 70% സബ്സിഡി ഇനത്തിൽ ന്യായമായ വിലയ്ക്ക് ബഹുമാനായ ശ്രീ കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു അവകാശമാണത്. പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോഴും, പലപ്പോഴും സംസ്ഥാനത്തിന് കടം വാങ്ങേണ്ടി വന്നപ്പോഴും, പലപ്പോഴും ട്രഷറി കൂട്ടുമെന്ന ഭീഷണി ഉണ്ടായപ്പോഴും ഒരു കാലത്തിൽ മാത്രം തൊട്ടില്ല. ഇതിൽ ഈ സബ്സിഡി ഇനത്തിൽ സാധാരണക്കാർ കൊടുക്കുന്ന ഈ ന്യായമായ വിലയിൽ തൊടാൻ ഒരു ഗവൺമെന്റും കേരളത്തിൽ തയ്യാറായിട്ടില്ല. ഇന്നോ ഒരു യാത്ര നടത്തി ബഹുമാനായി പിണറായി വിജയൻ, നവകേരള യാത്ര. ആ യാത്രയെക്കുറിച്ച് ഞാൻ വ്യക്തമായി പറയുന്നു. ആ നവകേരള യാത്രയിലൂടെ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നടത്തിയ യാത്രയാണ്. നവകേരള യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ നടത്തിയ യാത്രയുടെ സമാപനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ കേരള മന്ത്രിസഭ തീരുമാനമെടുത്തത് നിത്യോപയോഗ സാധനങ്ങളുടെ സബ്സിഡി വെട്ടിക്കുറച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂട്ടാൻ തീരുമാനിച്ചു. പണ്ടേ തന്നെ വീട്ടമ്മമാർക്ക് പരാതിയുണ്ട്, കടകളിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭിക്കുന്നില്ല എന്ന്. ആരാണ് ഇതിലും കയറ്റം ഉണ്ടാക്കിയത്? എന്റെ മുന്നിലിരിക്കുന്നവരുണ്ട് പലരും ശമ്പളം വാങ്ങുന്ന ജീവനക്കാർ. എന്റെ മുന്നിലിരിക്കുന്നവരുണ്ട് പലരും പെൻഷൻ വാങ്ങുന്ന, ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പാവപ്പെട്ടവർ. എന്റെ മുന്നിലിരിക്കുന്നവരുണ്ട് പലരും പെൻഷനിലൂടെ ജീവിതം കണ്ടെത്തുന്നവർ. വളരെ വിനയത്തോടുകൂടി ചോദിക്കട്ടെ, നിങ്ങൾക്ക് ശമ്പളം യഥാസമയം കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ? ഉണ്ടെന്ന് പറയാൻ ആരെങ്കിലും തയ്യാറാകുന്നു? കേരളത്തിൽ പെൻഷനില്ല. ക്ഷേമ പെൻഷൻ നമ്മൾ കൊടുത്തു. ബഹുമാനായ ഉമ്മൻചാണ്ടി ക്ഷേമ പെൻഷൻ കൊടുത്തു. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോഴും ഉമ്മൻചാണ്ടി ഒരു മാസത്തെ പോലും ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടാക്കിയില്ല. ആർക്കാ ക്ഷേമ പെൻഷൻ? അവസരക്ക്, വൃദ്ധകൾക്ക്, വിധവകൾക്ക്, ആരംഭഹീനർക്ക്, രോഗികൾക്ക്, കഷ്ടപ്പെടുന്നവന് കാരുണ്യത്തിന്റെ ഒരു കണിക പോലും കണ്ടെത്താതെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ കാർക്കശം കനിഭവിച്ച പാതയിലൂടെ കടന്നുപോകുന്ന പാവപ്പെട്ടവർക്ക്, അശരണർക്ക്, ആരംഭഹീനർക്ക് വാരിക്കോരി കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിലും നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു ക്ഷേമ പെൻഷൻ. ഈ ഗവൺമെന്റ് വന്നപ്പോഴുണ്ടായി. നമ്മളിവിടെ കാരുണ്യ പദ്ധതി ഉണ്ടാക്കി. ഈ ഗവൺമെന്റ് വന്നപ്പോൾ ഉണ്ടായി. കാരുണ്യ പദ്ധതി പണം കൊടുത്ത് കിട്ടിയോ? ക്ഷേമ പെൻഷൻ കൊടുത്തോ? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊടുത്തതിനേക്കാൾ കൂടുതൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഇവർ വരുമാനം കണ്ടെത്തി. എങ്ങനെ? കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചു, ഡീസലിന്റെ വില വർദ്ധിപ്പിച്ചു. കേന്ദ്രവും പെട്രോൾ കമ്പനിയും ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർദ്ധിച്ചപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് അതിൽ നിന്ന് കിട്ടേണ്ട വിഹിതം വേണ്ടെന്ന് വെക്കാനുള്ള ഔചിത്യമാണ് പണ്ട് ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പ്രകടിപ്പിച്ചതെങ്കിൽ ഇന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, DMK ഭരിക്കുന്ന സംസ്ഥാനത്ത്, അതുപോലെ തന്നെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റ് നടപ്പാക്കിയതെങ്കിൽ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർദ്ധിച്ചപ്പോൾ
ഇവിടെ ആനുപാതികമായി കുറയ്ക്കുകയല്ല, ആനുപാതികമായി കൂട്ടി. 1 ലിറ്റർ പെട്രോളിന് 2 രൂപ, 1 ലിറ്റർ പെട്രോളിന് ഡീസലിന് 2 രൂപ ഈ സംസ്ഥാന ഗവൺമെന്റ് കൂട്ടി. നിങ്ങൾ കൂട്ടിയത് ശരിയെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞ മറുപടി എന്താ? ഞങ്ങൾ പെട്രോളിന് വില കൂട്ടി, ഞങ്ങൾ ഡീസലിന് വില കൂട്ടി. എന്തിനു വേണ്ടി? ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി. കോടാനുകോടി രൂപ ഈ പെട്രോൾ ഡീസൽ വില വർധനവിൽ 2 രൂപ 1 ലിറ്റർ പെട്രോളിന് കൂട്ടിയപ്പോൾ, 2 രൂപ 1 ലിറ്റർ ഡീസലിന് കൂട്ടിയപ്പോൾ കോടാനുകോടി രൂപ ഒഴുകിയെത്തി പിണറായിയുടെ ഖജനാവിലേക്ക്. ഞാൻ ചോദിക്കട്ടെ, അതിന് നിങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുത്തു? നിങ്ങൾ വില കൂട്ടി ഇങ്ങോട്ട് വാങ്ങിയതല്ലാതെ നിങ്ങൾ കൊടുത്തില്ല. നമ്മുടെ നാടിന്റെ ക്രമസമാധാനം ഇവിടെ നിൽക്കുന്നു. ഈ നാട് നയിക്കുന്നതാരാ? മദ്യ മാഫിയല്ല. ഈ നാട് നയിക്കുന്നത് മദ്യ തീവ്രവാദമാണ് ഇപ്പോൾ നടക്കുന്നത്. തീവ്രവാദം, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമയിൽപ്പെട്ട ആളുകൾ പരസ്പരം ഈ നാട്ടിന്റെ ക്രമസമാധാനം തകർക്കുന്നു. എല്ലാ ദിവസവും നമ്മൾ പത്രത്തിൽ കാണുന്നു, അധികാരത്തിന്റെ പ്രമത്തത കൊണ്ട് വേതാള താണ്ഡവം നടത്തുന്ന ഡിവൈഎഫ്ഐക്കാരന്റെ SFIക്കാരന്റെ പേക്കൂത്തുകളല്ലേ എന്ന് കേരളം കാണുന്നത്. ഇന്ന് നമ്മൾ പത്രത്തിൽ വായിച്ചു, ഒരു ചെറുപ്പക്കാരനെ കൊന്നതിൽ 6 ഡിവൈഎഫ്ഐക്കാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ചന്ദ്രശേഖരന്റെ ആത്മാവ് ഇന്നും കാണും നമ്മുടെ മുന്നിൽ. മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് മനസ്സിലാക്കണം, നിങ്ങൾ 2 പേരെ വെറുതെ വിട്ടപ്പോൾ നിങ്ങൾ വിരൽ ചൂണ്ടി കോൺഗ്രസിനെതിരെ അന്വേഷണത്തിനുണ്ടായ പാളിച്ചയല്ലേ എന്ന്. പക്ഷെ നീതിപൂർവ്വം കോടതി ഇടപെട്ടു. 2 പേർക്ക് മാത്രമല്ല അവസാനിപ്പിക്കുന്നു, 2 പേർക്ക് മാത്രമല്ല, കൂടുതൽ ആളുകളെയും അതിലേക്ക് ശിക്ഷിക്കാൻ കൊണ്ടുപോകുന്നു. അവിടെ കേരളം എങ്ങോട്ട് പോകുന്നു? കേരളത്തിൽ നിന്നും നടക്കുന്നത് ഫാസിസമാണ്. ഈ ഫാസിസത്തിനെ നമ്മൾ ശക്തമാക്കി കേൾക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ സ്നേഹിതൻ ശ്രീ പ്രതാപനെ കുറിച്ച് സൂചിപ്പിച്ചത്, അദ്ദേഹം നടന്നു നീങ്ങിയത്, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ നാട്ടിൽ ഇന്ന് കാണുന്ന രാഷ്ട്രീയത്തിൽ സമാധാനം വേണം, ശാന്തത വേണം എന്ന് പറയുന്നത്. പ്രതാപൻ 5 വർഷക്കാലം നിയമസഭ പോരാടി പാർലമെന്റ് മെമ്പറായിരുന്നപ്പോൾ ഈ നാടിന്റെ വിഷയങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങളുടെ അഭിലാഷങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായി വാദിക്കുന്നതിന് വേണ്ടി മുഖം നോക്കാതെ വാദിച്ച വ്യക്തി. അവകാശങ്ങൾ വാദിക്കുന്നതിന് വേണ്ടി സസ്പെൻഡ് ചെയ്തപ്പോഴും പാർലമെന്റിന് പുറത്തു നിന്നുകൊണ്ട് ഈ നാടിന് വേണ്ടി വാദിച്ച ബഹുമാനപ്പെട്ട ശ്രീ പ്രതാപൻ, ആ പ്രതാപനാണ് ഈ ജാഥ നയിക്കുന്നത്. ഈ ജാഥ നയിച്ചാലും അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന സന്ദേശത്തിന്റെ പ്രസക്തി അവസാനിക്കില്ല. അദ്ദേഹം നിങ്ങൾ ഉയർത്തുന്നത് സ്നേഹ സന്ദേശ യാത്രയാണ്. പ്രിയപ്പെട്ടവർ, ഈ സ്നേഹ സന്ദേശ യാത്രയുമായി നമുക്ക് മുന്നോട്ട് പോകണം. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, കഴിഞ്ഞ വർഷം ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഏതാനും ദിവസങ്ങൾക്കകം പ്രഖ്യാപിക്കാൻ പോകുന്ന ശ്രീ പ്രതാപനെ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ജാഥയ്ക്ക് ആശംസകൾ നേരുന്നു. ഈ ജാഥ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ വാർത്ത അവസാനിപ്പിക്കുന്നു. നീണ്ടുപോയതിൽ ക്ഷമിക്കണം. ഞാൻ അനിൽ അക്കരയോട് പറയുന്നു, ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ സമാന സമ്മേളനം ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.